ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ സെബി രജിസ്റ്റേർഡ് പ്രാക്ടീഷണറോ ഒന്നുമല്ല. ഞാൻ റിസർച്ച് ചെയ്ത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ പ്രാക്ടീസസ് ആണ് ഞാൻ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ സെയിം ഡിസിഷൻസ് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഡു യുവർ ഓൺ റിസർച്ച്. എപ്പോഴാണെങ്കിലും ഫിനാൻസിനെ പറ്റിയായാലും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാലും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഞാൻ റിസർച്ച് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് പേഴ്സണൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1 മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇതുവരെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ കയ്യിൽ ഒരു ബൾക്ക് എമൗണ്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. മന്ത്ലി ഒരു 500 റുപ്പീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്ക് റിട്ടേൺസിന് പുറമേ തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ സിറോദയുടെ കോയിൻ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മന്ത്ലി SIP ആയിട്ടാണെങ്കിലും ലംസം എമൗണ്ട് ആയിട്ടാണെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമാണ്. ഞാൻ മെയിനായിട്ട് മൾട്ടി ആൻഡ് ലാർജ് ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കിയിട്ട് ഫണ്ടമെൻ്റൽസൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. മാക്സിമം ലോങ് ടേമിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു 10 ഇയേഴ്സോ 10 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം ആണ് പറഞ്ഞത്. മാക്സിമം എത്ര വർഷം വേണേലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. സെക്കൻഡ് പോയിൻറ്റ്, ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്സ്. ഞാൻ ഒരിക്കലും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഫണ്ടമെൻ്റൽസൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ പേഴ്സണലി നിഫ്റ്റി ബീസിലും ഗോൾഡ് ബീസിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും വളരെ കുറച്ച് എമൗണ്ട് മാത്രം. സ്റ്റോക്സിലും ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ സിറോദ ആപ്പാണ് സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. തേർഡ് പോയിൻറ്റ്, സോവറിൻ ഗോൾഡ് ബോണ്ടാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. യൂട്യൂബിൽ തന്നെ നമ്പർ ഓഫ് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. SGBയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. ഫോർത്ത് പോയിൻറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് പലരും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എൻ്റെ ലൈഫിലെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ മതി. സോ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്ത് ഫാമിലിക്ക് വേണ്ടി വാങ്ങുക. ഞാൻ എടുത്തേക്കുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ആണ്. ഒരിക്കലും ഇതൊരു പ്രൊമോഷനോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഞാൻ ഓൾറെഡി എടുത്തേക്കുന്ന ഇൻഷുറൻസ് ഏതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഫിഫ്ത്ത് പോയിൻറ്റ്, ടേം ഇൻഷുറൻസ് ആണ്. നിങ്ങളുടെ ഫാമിലിയുടെ ബ്രെഡ് വിന്നർ അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം നിങ്ങളാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുക ഫോർ ദ സേക്ക് ഓഫ് യുവർ ഫാമിലി. നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ ജീവിക്കുന്ന അതേ ലിവിങ് സ്റ്റാൻഡേർഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സഹായിക്കും. സോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എടുത്തേക്കുന്ന ഫിനാൻഷ്യൽ ഡിസിഷൻസ്. ഓക്കെ, താങ്ക് യു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ.